ഈ യോഗത്തിൻ്റെ അധ്യക്ഷ കരിപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണീയായ പ്രസിഡന്റ് ശ്രീമതി സുസുധ, ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ മനു പ്രദീപ്, ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ കൊട്ടാരക്കരയുടെ ജനനായകൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്ന ശ്രീ സന്തോഷ് സാമുവൽ, അതുപോലെ തന്നെ കരിപ്ര സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ത്യാഗരാജൻ സാർ, പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ശ്രീമതി ഗീതാകുമാരി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സന്ധ്യാഭാവി, ശ്രീ MS ശിവപ്രസാദ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, അഡ്വക്കേറ്റ് PS പ്രശോഭ കരിപ്ര പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, വാർഡംഗങ്ങളായ ശ്രീ വൈറുമി, സിന്ധു ഓമനക്കുട്ടൻ, MI റീച്ചൽ, ശ്രീ മണിയമ്മ ടീച്ചർ, MCV പണിക്കർ, അബ്ദുൾ സമദ്, അഡ്വക്കേറ്റ് നജിമുദ്ദീൻ, NK ബാബു, കൃതജ്ഞത പറയുന്ന ഗീതാകുമാരി അമ്മ S മോർച്ചം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിൻ്റെ സന്തോഷ ദിനമാണ്. കരിപ്ര പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന LP സ്കൂളാണ് നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്കൂൾ. കരിപ്ര പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും അതുപോലെ തന്നെ അധ്യാപകരുടെയും PTA-യുടെയും ഒക്കെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്കൂളിൻ്റെ നിർമ്മാണം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അതിൻ്റെ ഉദ്ഘാടനം പോകാൻ കഴിഞ്ഞിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ബന്ധപ്പെടുകയും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനും കുട്ടികൾക്ക് നല്ല സൗകര്യത്തോടുകൂടി വിദ്യാഭ്യാസം ചെയ്യുന്നതിനും ഏറ്റവും കൂടുതൽ സഹകരിച്ച ഈ സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും PTA കമ്മിറ്റിക്കും ഒക്കെ ഈ യോഗത്തിന് പേരുള്ള ആശംസ അർപ്പിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കരിപ്ര പഞ്ചായത്തിൻ്റെ നിസ്സീമമായ സഹകരണം ഇനി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഏറ്റവും നല്ല ആശംസ അർപ്പിക്കുന്നു. നന്ദി. ബഹുമാനായ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ ശ്രീ MS ശിവപ്രസാദിനെ ആശംസ അർപ്പിക്കാനായി ക്ഷണിച്ചു. ഏറെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ, നമ്മുടെ കരിപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ എത്രയും ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി SS സുനിത അവர்கள், നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായിട്ടുള്ള നമ്മുടെ MLA-യും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ KN ബാലഗോപാൽ അവர்கள், നമ്മുടെ ഇന്ന് വേദി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഉദയകുമാർ, അതുപോലെ തന്നെ ഈ വാർഡിനെ പ്രദാനം ചെയ്യുന്ന ശ്രീ സന്തോഷ് സാമുവൽ ഉൾപ്പെടെയുള്ള നമ്മുടെ കരിപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങളെ, ഏറെ ബഹുമാന്യരായിട്ടുള്ള നാട്ടുകാരെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ വന്നിടം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, ആലങ്കാരികത ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. അതൊരു യാഥാർത്ഥ്യമാണ്.
അക്കാര്യത്തിൽ നമ്മുടെ കൊട്ടാരക്കരയുടെ MLA, നമ്മുടെ മന്ത്രി, അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA കൂടിയാണ്. അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ നമുക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയത് നമ്മുടെ ഒരു വരദാനമായി നമുക്ക് കാണേണ്ടി വരും. എല്ലാ തലങ്ങളിലും ഒരുപക്ഷെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുവാൻ കഴിയുന്നതിലേക്ക് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ വികസന പ്രവർത്തനങ്ങളിൽ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന വസ്തുത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതുപോലെയാണ് സന്തോഷ് സാമുവൽ. ഇവിടെ മറ്റുള്ള മെമ്പർമാരൊന്നും ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരെല്ലാം അവരുതാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ പന്താവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കാലഘട്ടത്തിന് അനിവാര്യമായ വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ കർമ്മബോധമാണ് അവിടെ നമ്മൾ കാണേണ്ടത്. ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആണ്. കേരളത്തിലെ അംഗൻവാടികൾ മുഴുവനും ഹൈടെക് ആണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തേ മുന്നേ ഇതൊക്കെ ഉണ്ടായില്ല? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ ആർജവമുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്ന് പറയുന്നത് അവിടെയാണ്. ഇത് നമ്മുടെ ഈ പഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലയിലുള്ള പ്രദേശങ്ങളിൽ സ്കൂളുകളും അംഗൻവാടികളും ഹൈടെക് ആക്കി ലോക നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രാവർത്തികമാക്കിയത് ജനപ്രതിനിധികളുടെ നിസ്സൂരമായ സേവനമാണ്. ഞാനിപ്പോ നിൽക്കുമ്പോൾ എന്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നവീകരിച്ച് കിടന്നത് ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ ആ വാർഡിനെ സംബന്ധിച്ച്, എന്റെ ഡിവിഷനെ സംബന്ധിച്ച് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് 5 വർഷം കൊണ്ട് 1,26,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എന്റെ ഡിവിഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാര്യത്തിൽ പറയുവാനുള്ളത്. ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ എന്റെ തൊട്ടടുത്ത് ഉണ്ടാകുന്നുള്ള മുഴുവൻ പഞ്ചായത്തും പുറപ്പാട്. ഇപ്പൊ പലരും മന്ത്രിയോട് പറയുകയായിരുന്നു, ഇനിയുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പറയുമ്പോഴും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് അവരുടെ വർത്തമാനങ്ങളിലേക്ക് വരുന്നത്. സത്യമാണ്, ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു പ്രദേശത്തും ജയിച്ചു വരുമ്പോൾ അവരുടെ മനസ്സിന് സങ്കല്പങ്ങൾക്കനുസരിച്ച് ആ വാർഡിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ തനതായി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവർ ഓരോരുത്തരും വിജയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ എടുത്തു പറയുവാൻ കഴിയേണ്ടതും സന്തോഷ് സാമുവലിനെ സംബന്ധിച്ച് തന്നെയാണ്. എന്നെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാണുന്നത് വെച്ച് എന്നെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് അദ്ദേഹത്തോട് വിഷമം തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാ? ഒരു ജനകീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ അങ്ങനെയാകണം. വസ്തുതകളുടെ മുന്നിൽ നേർക്കാഴ്ചകളായി മാറി നിൽക്കാതെ അതിനെയൊക്കെ ചരിത്രത്തിന്റെ നെറുകയിലേക്ക് മാറ്റാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം മുന്നോട്ട് നീക്കേണ്ടത്. അതിന്റെ ഉദാഹരണം സന്തോഷ് സാമുവൽ കൂടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം പറയുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ മണ്ഡലത്തിൽ നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനെ അതേ രീതിയിൽ പകർത്തുവാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞു എങ്കിൽ അതൊക്കെ ചരിത്രപരമായ നേട്ടങ്ങളുടെ വസ്തുതകളാണ്. അതുകൊണ്ട് സന്തോഷ് സാമുവലിനെ സംബന്ധിച്ചുള്ള ഇനി ഒരു തിരിഞ്ഞു നോട്ടത്തിന് കാരണമില്ല. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ പരിതാപകരമായിരുന്ന പല മേഖലകളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വികസനത്തിന്റെ നേട്ടങ്ങൾ എട്ടിപ്പറയുവാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്ര നേട്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഒരു ഊഴമുണ്ട്
സന്തോഷ് സാമുവലിനെ നിങ്ങൾ വീണ്ടും ജനകീയ നേതാവായി ജനകീയനായി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ അധികൃതർക്കും ഇവിടെ നല്ല രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയ ഒരു സ്കൂളിന്റെ നില മെച്ചപ്പെടുത്തിയ അതിനവരും അവരുടേതായ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച മുഴുവൻ ആളുകളെയും ഇത്തരുണത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കാനായി പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ സന്തോഷ് സാമുവലിനെ ക്ഷണിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട കരിയപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി SS സുവിധ, സ്വാഗതം ആശംസിച്ച PTA പ്രസിഡന്റ് ശ്രീ മല്ലു പ്രദീപ്, നമ്മുടെ യോഗം ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA കൂടിയായ ശ്രീ KN ബാലഗോപാൽ, ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ഏറെ ആഗ്രഹിച്ചിരുന്ന ഈ വിദ്യാലയത്തിന് ഒരു പുതിയ ബിൽഡിംഗ് വേണമെന്നുള്ള ആഗ്രഹം ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദേശത്തെ സംബന്ധിച്ചിടത്തോളം 1879 കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ സ്കൂള് എത്രയോ മഹാന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്തും ദേശത്തുമെല്ലാം അവർ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവയാണ്. കരിയപ്പുറ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം ഈ ദേശത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഏതാണ്ട് 200ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം ഒരു കാലഘട്ടത്തിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. 8 കുട്ടികൾ മാത്രം അവശേഷിക്കുന്ന ഇതിൽ നിന്നും ഇന്ന് 200ലേക്ക് എത്തുമ്പോൾ ഈ നാട്ടുകാരുടെയും ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരുടെയും ഇപ്പോഴുള്ള അധ്യാപകരുടെയും